യെസ്, മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 159ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സദൃശ്യവാക്യങ്ങൾ 5 മുതൽ 8 വരെ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഓൾറെഡി വായിച്ച് മനസ്സിലാക്കിയിട്ടിരിക്കുമായിരിക്കും എന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു മൃഗത്തിന്റെയും അതിന്റെ കുട്ടിയുടെയും പേരിനകത്ത് ഒരു മധുര പലഹാരത്തിന്റെ പേരുണ്ട്, മൃഗങ്ങളേവ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു മൃഗത്തിന്റെയും അതിന്റെ കുട്ടിയുടെയും പേരിനകത്ത് ഒരു മധുര പലഹാരത്തിന്റെ പേരുണ്ട്, മൃഗങ്ങളേവ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 66 പുസ്തകത്തിലെ ഒരു പുസ്തകത്തിന്റെ പേരും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്കും പാഠഭാഗത്തിലെ ഒരു വാക്യത്തിലുണ്ട്, ഏതൊക്കെ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 66 പുസ്തകത്തിലെ ഒരു പുസ്തകത്തിന്റെ പേരും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്കും പാഠഭാഗത്തിലെ ഒരു വാക്യത്തിലുണ്ട്, ഏതൊക്കെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേരും ബൈബിളിലെ ഒരു ആകാശഗോളത്തിന്റെ പേരും ഒന്നാണ്, വൃക്ഷമേത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പാഠഭാഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേരും ബൈബിളിലെ ഒരു ആകാശഗോളത്തിന്റെ പേരും ഒന്നാണ്, വൃക്ഷമേത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ധനം, അലസത, വസ്ത്രം എന്നീ പദങ്ങളുടെ അർത്ഥം ചേർന്ന് വരുന്ന ഒറ്റപ്പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ധനം, അലസത, വസ്ത്രം എന്നീ പദങ്ങളുടെ അർത്ഥം ചേർന്ന് വരുന്ന ഒറ്റപ്പദം. ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, പൗലോസിന്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളവയാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പൗലോസിന്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളവയാണ്? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. ശരി ഉത്തരങ്ങൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഉത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.